മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുത്തത്. പേര് വത്തിക്കാന്റെ അന്തിമ അനുമതിക്കായി അയച്ചു. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഗായത്രി ചേരുകയാണ്. ഗായത്രി, വിശദാംശങ്ങൾ. മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുത്തത്. പേര് വത്തിക്കാന്റെ അന്തിമ അനുമതിക്കായി അയച്ചു. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. വിശദാംശങ്ങളുമായി ഗായത്രി ചേരുകയാണ്. ഗായത്രി, വിശദാംശങ്ങൾ. അവണി, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. തെരഞ്ഞെടുത്ത പേര് വത്തിക്കാന്റെ അനുമതിക്കായി അയച്ചു. വത്തിക്കാന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷം നാളെ വൈകിട്ടോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഈ വരുന്ന ആൾക്ക് വളരെ വലിയ ചുമതലകളാണ് ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതും ഈ ശ്രദ്ധേയമാണ്. സഭയിൽ ഉയർന്നു വന്നിരിക്കുന്ന കുർബാന തർക്കമടക്കം പരിഹരിക്കേണ്ടുന്ന ഒരു ചുമതല പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആർച്ച് ബിഷപ്പിനുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രാധാന്യം വരുന്നത്. 53 പേരാണ് വോട്ട് ചെയ്തത്. ആകെയുള്ള 65 മെത്രാന്മാരിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം 80 വയസ്സ് പൂർത്തിയാകാത്ത 53 പേരാണ് വോട്ട് ചെയ്തത്. ഈ 53 പേർ ചേർന്ന് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ആ പേരാണ് ഇപ്പോൾ വത്തിക്കാന്റെ അന്തിമ അനുമതിക്കായി അയച്ചിരിക്കുന്നത്. വത്തിക്കാന്റെ അനുമതി ലഭിച്ച ശേഷം നാളെ വൈകിട്ടോടുകൂടി പുതിയ ബിഷപ്പിന്റെ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനമുണ്ടാകും. ശരി, ഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.